അടുത്തതായിട്ട് നമുക്ക് രസം എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് ട്രൈ ചെയ്യാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരെണ്ണമാണ്. നമുക്ക് അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് അമ്മയൊന്ന് പറഞ്ഞേ. വറ്റൽമുളക്, അതായത് നല്ല ഉണങ്ങിയ ചുവന്ന മുളക്, പിന്നെ 10 5-6 കഷ്ണം ഉള്ളി, കൊച്ചുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത്രയും വെളുത്തുള്ളി വേണോ? വെളുത്തുള്ളി, കൂടുതൽ വെളുത്തുള്ളി അപ്പം കൂടുതൽ രുചി വരും അല്ലേ? അത് തന്നെ. അതൊരു സീക്രട്ട് ആണ്. ഇത്രയും കുരുമുളക്, കുറച്ച് കുരുമുളക്, പിന്നെ പുളി. ഇത് നമ്മുടെ വാളംപുളിയാണ് ഇത്. ഈ പുളി ഇത്രയും വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ആ പുളി ശരിയായിട്ട് അതിനകത്ത് ഞെരിടണം. അതായത് ആ പുളിയുടെ രുചിയെല്ലാം ആ വെള്ളത്തിനകത്തോട്ട് വരണം അല്ലേ? അതായത് ആ പുളിയുടെ രുചിയെല്ലാം ഇറങ്ങുന്നിടം വരെ ഞെരിടണം. ഏകദേശം വെള്ളത്തിന് ഒരു പുളിയുടെ നിറവും ആ ഒരു രുചിയും വരുന്നിടം വരെ. നമ്മൾ നേരത്തെ കാണിച്ച ചേരുവകളുടെ കൂടെ ആ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു തക്കാളി നല്ല ഈ കുറച്ച് വലുപ്പത്തിൽ ഇതേമാതിരി കണ്ടിച്ചത്. പിന്നെ പറയാൻ വിട്ടുപോയത്, നമുക്ക് മല്ലിയില വേണം. മല്ലിയിലയാണ് ഈ രസത്തിൻ്റെ രുചി നമുക്ക് തരുന്നത്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആദ്യം എടുത്ത ചേരുവകളെല്ലാം കൂടെ ഒരു മിക്സിക്കകത്തിട്ട് ചതയ്ക്കണം. അതായത് പെട്ടെന്ന് ഒന്ന് ഓൺ ചെയ്തിട്ട് അങ്ങ് ഓഫ് ചെയ്താൽ മതി. ആദ്യം നേരം മിക്സിലിന്റെ ആവശ്യമില്ല. അടുത്തതായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ഉടനെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് 5 മിനിറ്റ് മൂപ്പിക്കണം. ഇപ്പം തന്നെ അതിൻ്റെ ആ മണം നമുക്ക് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ അരപ്പ് ശകലം ബ്രൗൺ നിറത്തിലാവും. അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇടണം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റണം. അതായത് ഈ ടൊമാറ്റോയും ബാക്കിയുള്ളതും കൂടെ ഇനി 1 മിനിറ്റും കൂടെ വഴറ്റണം. അതിൽ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കണം. അതിനുശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം അതിനകത്തോട്ട് ഒഴിക്കണം. അതായത് നമ്മുടെ രസം ഇത്രയും നേരം ഉണ്ടാക്കിയത് നല്ലതായിട്ട് ഇതേമാതിരി തിളയ്ക്കുമ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ വെട്ടിത്തിളയ്ക്കണം. 2-3 പ്രാവശ്യം വെട്ടിത്തിളയ്ക്കുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് ആവശ്യത്തിന് കായത്തിന്റെ പൊടി, അതായത് നമ്മുടെ രസത്തിന് ഏറ്റവും രുചി കിട്ടുന്നതാണ് കായത്തിന്റെ പൊടി ഇടുന്നത്. അത് ഇടാൻ മറക്കരുത്. മറന്നാൽ നമ്മുടെ രസത്തിന്റെ ടേസ്റ്റ് മാറിപ്പോകും. അവസാനമായിട്ട് മല്ലിയില മുകളിലിട്ട് തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ. അതിരുചികരമായ നമ്മുടെ രസം റെഡി.